എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ എന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ 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 ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പോകാം. കർത്താവിൻ്റെ വചനത്തെ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വചനം കേട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ബലപ്പെടാം. ഇനി എത്ര പേര് വചനമാകുന്ന മരുന്നിനെ ഭക്ഷിച്ചു? അവർ മാത്രം ഒരു ആമേൻ പറഞ്ഞേ. എനിക്കൊന്ന് ആരും ഓർത്തില്ല. എനിക്കൊന്ന് ആരും ആമേൻ. ഭക്ഷിച്ചവരാണ് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ആമേൻ പറഞ്ഞവർ ഭക്ഷിച്ചവരാണോ? ആമേൻ അതെ. ആമേൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. മറന്നു പോയെങ്കിൽ നമുക്ക് ആ അനുഗ്രഹത്തെ കാണുവാൻ കഴിയത്തില്ല. പക്ഷെ മറക്കാതെ അത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ പോകാം. ഇന്നലത്തെ വചനം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇന്നലെ എന്താണ് സംസാരിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അനുഗ്രഹത്തിന്റെ വാതിൽ നമ്മൾ കോപിച്ചാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അത് പരസ്പരം നമ്മുടെ ക്ഷമ ചോദിക്കും. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപം വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും ഏറ്റു പറയണം. കോപം വന്നാൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഗ്യാപ്പിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിശാചു കയറുവാൻ ശ്രമിക്കരുത്. ആ വാതിലിനെ നമ്മൾ അടയ്ക്കണം. നമ്മളാണ് അടയ്ക്കേണ്ടത്, നമ്മളാണ് തുറന്നും കൊടുക്കുന്നത്. ഓർത്തോണം, നമ്മൾ തുറക്കാതെ ഒരിക്കലും അവന് നിങ്ങളുടെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ അടച്ചാൽ അവന് ജന്മത്തിൽ പ്രവേശിക്കുവാനും കഴിയത്തില്ല. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അടയ്ക്കുന്നവരുമാണ്, മറക്കരുത്, തുറക്കുന്നവരുമാണ്. നിങ്ങൾ തുറക്കുകയരുത്, അടയ്ക്കുക മാത്രം ചെയ്യുന്നവരായി തീരണം. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് ഇന്ന് സഹായിക്കുമാറാകട്ടെ. എനിക്കറിയത്തില്ല, പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ പറയും, ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും നമ്മുടെ സൂം പ്രയറിലുണ്ടോ? ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുമായിട്ട്. ചന്ദ്രൻ എന്ന് പറഞ്ഞു ഉണ്ട് ബ്രദറെ. ഷിജു ഒരു മിനിറ്റ്. ഷിജുബദറിന്റെ ആരായിരുന്നു? അച്ഛനല്ലേ? ഓക്കെ, ഞാനൊരു വാക്കൊന്ന് പ്രകടിപ്പിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഒരു അധികം വലിപ്പമില്ലാത്തൊരു മെലിഞ്ഞ ഒരു മനുഷ്യനാണോ? യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് ചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ചൊരിയുന്നല്ലോ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനർത്ഥം വിട്ടൊഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വലിയ പ്രവൃത്തികളാൽ ഇന്ന് നിറയ്ക്കുന്നല്ലോ, അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. അച്ഛനുമായിട്ട് സെപ്റ്റംബർ മാസത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? സെപ്റ്റംബർ എന്നുള്ള മാസമായിട്ട് അറിയില്ല അച്ഛൻ, എന്താ അറിയില്ല. അമ്മയോട് ചോദിച്ചു, ജനിച്ചതാണോ അങ്ങനെയാണോ? ഓക്കെ, സാരമില്ല. കർത്താവിൻ്റെ കൃപയാൽ വലിയൊരു കാര്യത്തെ കർത്താവ് ഇന്ന് ചെയ്തിരിക്കുന്നു. നമുക്ക് എന്തായാലും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ബ്രദറെ, എന്റെ അച്ഛന്റെ പേരും ചന്ദ്രൻ എന്നാ. തീർച്ചയായിട്ടും. ഇത് വലിപ്പമുള്ള ആളാണോ? മെലിഞ്ഞ ഒരാളാണോ? അല്ല, നല്ലതായിട്ട് മെലിഞ്ഞ് വെളുത്തിട്ടൊരാൾ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പറഞ്ഞ മാസമായിട്ട് വല്ല ബന്ധമുണ്ടോ ആളാണോ? ഈ പറഞ്ഞ മാസമായിട്ട് അതറിയില്ല, അത് അമ്മയോട് ചോദിക്കേണ്ടി വരും. കുഴപ്പമില്ല. നമുക്ക് കൂടുതൽ മുന്നോട്ട് ഞാൻ വീണ്ടും ചോദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് വേഗത്തിൽ തുടക്കത്തിൽ വചനം പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തും. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നോണം. കർത്താവ് നമ്മളെ സഹായിക്കും. വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മ ഒരു സെക്കൻഡ് ഞാൻ പറയാവോ? ഒരു മിനിറ്റ്. ഞാൻ നമ്മൾ ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ തിരിച്ചു വരാം. ഇത് ഞാൻ വിഷയം മറന്നിട്ടില്ല, വീണ്ടും ഞാൻ ചോദിക്കും. ഈ വചനം നമ്മൾ ഉറപ്പായിട്ടും പറയണം. കാര്യം നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി. എനിക്കറിയാം, ഈ ദിവസങ്ങളിൽ ഒത്തിരി ടൈം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് എത്ര സമയം പോയാലും കുഴപ്പമില്ല, എത്ര മണിക്കൂർ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പല ആളുകളും
ജോലി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് നോക്കിയാൽ 10:30 കഴിഞ്ഞ് ചില സമയങ്ങളിൽ 11 മണിയൊക്കെ കയറി പോകാറുണ്ട്. പിറ്റേ ദിവസം നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടവരുണ്ട്. അപ്പോൾ പല ആളുകളും അവർ ഇതായിട്ട് പറഞ്ഞതല്ല, ചിലരിങ്ങനെ പറയും, ബ്രദറെ സമയങ്ങൾ കുഴപ്പമില്ല, എങ്കിലും എല്ലാവരെയും നമ്മൾ നോക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് എത്ര ടൈം പോയാലും സന്തോഷമുള്ളൂ. എങ്കിലും കർത്താവ് എല്ലാം സമയത്തിൻ്റെ അകത്ത് ചെയ്യുവാൻ സഹായിക്കട്ടെ. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു, തുടക്കത്തിലേ പറയുകയാണ്, കഴിവതും നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങൾ പറയാതിരിക്കരുത്. ഒരു സാക്ഷ്യം പോലും നിങ്ങൾ പറയാതിരിക്കരുത്. പക്ഷേ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എനിക്കറിയാം നിങ്ങൾക്ക് വലിയ എക്സൈറ്റ്മെൻറ്റോടെ, കാര്യം ദൈവം നമ്മളെ തൊടുമ്പം നമുക്കത് വർണ്ണിക്കാൻ കഴിയത്തില്ല, വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. എങ്കിലും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളൊന്ന് ചുരുക്കി പറയുവാൻ വളരെ ശ്രമിക്കണം. വേഗത്തിൽ എന്താണോ നിങ്ങളെ കർത്താവ് ചെയ്ത പ്രവൃത്തി, നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ വേഗത്തിൽ കർത്താവ് ചെയ്ത കാര്യം വേഗത്തിൽ പറയുവാൻ ശ്രമിക്കുക. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി ആളുകൾ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ കാര്യം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലർക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ ലെഫ്റ്റ് ചെയ്ത് പോവുകയും, കാര്യം ജോലിയിലും മേഖലയിലേക്ക് നമ്മളൊരു അരമണിക്കൂർ ആ പ്രാർത്ഥന, പക്ഷേ അരമണിക്കൂറും കഴിഞ്ഞ് ഒത്തിരി നീണ്ടു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കർത്താവ് എല്ലാം സഹായിക്കട്ടെ. അപ്പം ഞാനത് ആലോചന മാറുന്നില്ല, മുന്നോട്ട് വീണ്ടും ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. വേഗത്തിൽ ആ ഒരു വാക്ക് വന്നതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച കൂടുതൽ കർത്താവ് നമ്മോട് സംസാരിക്കും. ആമേൻ. ദൈവകൃപ നമ്മുടെ കൂടെ ഒന്ന് ഉണ്ടാകുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട്, കോപിച്ചാൽ പാപം ചെയ്യരുത്. പാപം ചെയ്യരുന്നല്ല, കോപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഏറ്റു പറയണം. ദൈവസന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ അനുഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ദൈവാത്മാവ് നമ്മളെ മുന്നോട്ട് സഹായിക്കുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാനൊരു വചനം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. എല്ലാവരും പ്രാർത്ഥന ഇരുന്നോണം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. പരിചിതമായ വാക്യങ്ങളാണെങ്കിലും എൻ്റെ ഉള്ളിൽ കുറച്ച് മുമ്പേ ഞാൻ വചനം നോക്കിയ സമയത്ത് എനിക്കറിയാം ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് പലർക്കും ഇന്നത്തെ ദിവസം റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി, പല കോളുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണ് നമുക്കിപ്പോൾ പ്രെയർ കൊടുക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അതുകൊണ്ട് ഒത്തിരി കോളുകൾ റിപ്ലൈ ഞാൻ തരും. എനിക്ക് മിസ്സായിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അപ്പോൾ വേഗത്തിൽ ഞാൻ വന്ന സമയത്ത് ഇന്ന് എന്ത് സംസാരിക്കുമെന്ന് എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ഈ ഒരു വാക്യം ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശുവിൽ നാം അവകാശം പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വചനം പറയുകയാണ്, മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മളൊരു വചനം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഉണ്ട്. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ അത്ഭുതം, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് അത്ഭുതം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ വിഷയം നടക്കുമ്പോൾ. ഓക്കെ, നമ്മൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വിശ്വസിക്കുമ്പോൾ, ആ വിഷയം നടക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് കേൾക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചോണം. നമ്മളെപ്പോഴും ബൈബിളുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടും ദൈവവചനവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. ഞാൻ വൈകുന്നേരം നമ്മുടെ പ്രാർത്ഥനയുള്ളൊരു സഹോദരിയോട് എനിക്ക് വോയിസ് റെക്കോർഡ് സിസ്റ്ററോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദേവദാസൻ ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു. ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല, ഒരിക്കലും ആ വിഷയത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകത്തില്ല. മുൻകാലങ്ങളിൽ പിതാക്കന്മാർ ചെയ്ത ചില വിഷയങ്ങൾ കാരണം ദൈവം അത് ചെയ്തില്ല. ഞാൻ സിസ്റ്ററോട് സംസാരിച്ചായിരുന്നു, സിസ്റ്ററോട് ഞാൻ പറഞ്ഞായിരുന്നു, സിസ്റ്റർ ഞാൻ ഇതും കൂടെ ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വചനത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടെ പറയുന്നു. സിസ്റ്ററോട് ഞാൻ പെർമിഷൻ ചോദിച്ചായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ സിസ്റ്റർക്ക് ഒരു മറുപടി കൊടുത്തായിരുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, എത്ര പേര് സ്നാന ശുശ്രൂഷ കേട്ടിട്ടുണ്ട്? സ്നാനം എന്ന് കേട്ടിട്ടുണ്ട്? ബൈബിളിൽ സ്നാനം എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? സ്നാനം ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്നാനം? നിങ്ങളുടെ ബൈബിള് ജ്ഞാനസ്നാനം.
റോമാലേഖനം 6-ാം അധ്യായത്തിലാണ് സ്നാനത്തെ പറ്റി കൂടുതൽ ആഴമായി എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വായിക്കാം, എന്നതിന് ശേഷം ഞാൻ നിങ്ങൾ പറയാം. നിങ്ങളുടെ ശ്രദ്ധിച്ചോണം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ കൃപ വരുകേണ്ടതിന് പാപം ചെയ്യണമെന്ന് ഒരു നാളുമല്ല, പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ. 3-ാം വാക്യം ശ്രദ്ധിച്ചോണം. 3-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചോണം. എന്താണ് വിശ്വാസ ജീവിതം? ക്രിസ്തീയ ജീവിതമല്ല, തെറ്റായ ഒരു പദമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. വിശ്വാസ ജീവിതം എന്നുള്ളത് കറക്റ്റ്. കാര്യം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വരും, ഇത് ക്രിസ്തു മതത്തിൻ്റെ നിയമമാണ്. അല്ല, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഇവിടെ വാക്യം ഒന്ന് ആർക്കെങ്കിലും ഉറക്കെ വായിക്കാൻ പറ്റും? സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാവുന്ന ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുന്നവരൊന്ന് ഉറക്കെ വായിച്ചേ. അല്ല, ആകയാൽ എന്നോട് ചേർന്ന് സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാമത്തെ വാക്യം കൂടെ സിസ്റ്ററെ. നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. സ്നാനം ബൈബിളിൽ നിങ്ങൾക്ക് പലവട്ടം കാണാൻ പറ്റും. സ്നാനം, യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ. ഞാൻ 2005 സ്നാനമേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ ആറ്റിൽ ഞാൻ സ്നാനമേൽക്കുമ്പോൾ, മുങ്ങി സ്നാനമേൽക്കുമ്പോൾ എനിക്ക് സ്നാനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു. 2012 എന്താണ് യഥാർത്ഥ സ്നാനമെന്നും മനസ്സിലാകുന്നത്. സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ, നമ്മൾ സ്നാനപ്പെടുമ്പോൾ, ബൈബിള് പറയുന്നു 4-ാം വാക്യം ഈ കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുന്ന അവിടം വരെ മാത്രം ഒന്ന് വായിക്കാവോ? 4-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. റോമാലേഖനം 4-ാമത്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുരിശിടപ്പെട്ടു. ശ്രദ്ധിച്ച്. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളുടെ മരണ ശുശ്രൂഷയാണ് സ്നാനം. ഇപ്പൊ ഞാൻ ഇന്ന് മരിച്ചു പോയാൽ കേട്ടോണം, ഞാൻ ഇന്ന് രാവിലെ 10 മണിയായപ്പം മരിച്ചു പോയെന്നിരിക്കട്ടെ, പേടിക്കൊന്നും വേണ്ട, മരിക്കത്തൊന്നുമില്ല. കാര്യം കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. ചിലർക്ക് മരണം എന്നൊക്കെ പറയും, പേടിയാ. ഞാൻ ഇന്ന് മരിച്ചു പോയാൽ നാളെ രാവിലെ 10 മണി കഴിയുമ്പം എന്നെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്ന വ്യക്തി ഈ സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ എന്ന പാപം ചെയ്ത മനുഷ്യൻ, അതായത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വളർന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനോട് കൂടെ സ്നാനമേൽക്കുമ്പോൾ ഞാൻ എന്ന പാപ സ്വഭാവമുള്ള, ബൈബിൾ പറയുന്നു, പഴയ എൻ്റെ മനുഷ്യൻ മരിച്ചു. ബൈബിൾ പറയുന്നു ഇനി ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായി തീർന്നു. അപ്പൊ എൻ്റെ അഡ്രസ്സ് ഇപ്പൊ എവിടെയാ? ക്രിസ്തുവിലാ. അപ്പൊ യേശുവിലേക്ക് ആകുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, യേശുവിലേക്ക് ഒരു വ്യക്തി വന്നാൽ, ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിച്ചു, സ്നാനമേറ്റു, കർത്താവിൻ്റെ കൂടെ ചേർന്നു, യേശുവിനെ ഞാൻ ഈ കർത്താവ് എന്ന് അംഗീകരിച്ചു, കർത്താവ് ഏക മധ്യസ്ഥനായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത്, ഇനി ശ്രദ്ധിച്ചോണം, ഇനി എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ വല്യപ്പന്മാരുടെയോ പാരമ്പര്യമായി വന്ന ഒരു ശാപത്തിനോ ഒരു ശക്തിക്കോ ഇനി എന്നെ തൊടാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം ബൈബിൾ പറയുന്നു, യേശുവിനോട് ചേരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുകയും ഇപ്പോൾ ഞാൻ ആരായി തീർന്നിരിക്കുന്നു? ഇപ്പം ഞാൻ മരിച്ചു. ഇനി മരിച്ചതിന് ശേഷം ബൈബിൾ പറയുകയാണ്, ഈ വാക്യം സിസ്റ്ററെ ഒന്ന് വായിക്കാൻ പറ്റുമോ? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഈ ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടെ ചേർന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയായി തീർന്നു. പിന്നെ ഞാൻ ദൈവത്തിന്റെ ദാസനാണോ പുത്രനാണോ? അപ്പൊ എന്റെ പിതാവാരാ? ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എൻ്റെ പിതാവായി തീർന്നിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരാൾ വന്ന് എന്നോട് പറയും, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇങ്ങനെ എൻ്റെ സ്നാനപ്പെട്ട് പുതിയ സൃഷ്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, നിന്റെ പിതാക്കന്മാർ ചെയ്ത ഒരു വിഷയം നിന്നെ ഇന്ന് പിശാച് അത് വെച്ചുകൊണ്ട് നിനക്ക് ദൈവ നന്മ തരത്തെന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞോണം എൻ്റെ അപ്പൻ യേശുവാന്ന് പറഞ്ഞോണം. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പിതാവാണ്. നിങ്ങൾ പഴയ നിയമം മുഴുവൻ അരിച്ചു പെറുക്കി തപ്പിക്കഴിഞ്ഞാൽ ഒരാൾ പോലും ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടില്ല. അറിയാവോ? ഒരാൾ പോലും.
ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും ദൈവം പറയുന്നില്ല നീ എന്നെ പിതാവേ എന്ന് വിളിക്കാൻ ഒരാളോട് പോലും, അബ്രഹാമിനോട് പോലും ദൈവം പറയുന്നില്ല. ദൈവം ദാവീദിനോട് പറയുന്നില്ല. ദൈവം ഒരു മനുഷ്യനോട്, പക്ഷെ നമ്മളോട് പറയുകയാണ് നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളത്രേ. ഞാനിത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതത്തോട് പറയുകയാണ് കർത്താവ് നിങ്ങളെ ഇനി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ പറഞ്ഞു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, അല്ലാതെ ഞാൻ ഇന്ന് യേശുവിൽ വിളിക്കും നാളെ നിങ്ങൾ മന്ത്രവാദം ചെയ്യാനും നേർച്ചിടാനും കാഴ്ച ലോകത്തുള്ള സകലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും യേശു നിങ്ങളുടെ കർത്താവുമല്ല, യേശു നിങ്ങൾക്ക് പിതാവുമല്ല, പക്ഷേ യേശുവിൻ്റെ കർത്താവാണ്. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവനെ അല്ലാതെ മറ്റൊന്നിനെ ഞാൻ സേവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, സകല നന്മകളും നിങ്ങളുടെ പുറകെ വരുവാൻ ഇടയായിത്തീരും. ആമേൻ. നമ്മുടെ ഷീന സിസ്റ്ററുടെ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതായിരുന്നു? സെപ്റ്റംബർ മാസത്തിലാണെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞത് സെപ്റ്റംബർ മാസത്തിൽ. അച്ഛന്റെ പേര് ചന്ദ്രൻ എന്നല്ലായിരുന്നു പറഞ്ഞത്? അതെ. തീർച്ചയായിട്ടും ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഷിജുബദറിന്റെ പിതാവിന്റെ കാര്യം ഷിജുബദർ ഏറ്റെടുത്തോണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പക്ഷേ കർത്താവിനോട് പിന്നീട് 3-4 ചന്ദ്രന്മാർ വന്നുകൊണ്ട് ഞാനത് എന്നോട് കർത്താവ് വീണ്ടും പറഞ്ഞു, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നു. എനിക്കറിയത്തില്ല, കർത്താവ് ആ മനുഷ്യനെ എന്നെ കാണിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ്, എനിക്കറിയത്തില്ല, കർത്താവ് ഇന്ന് എനിക്ക് ഇതായിട്ടറിയത്തില്ല, അങ്ങനെ ഒരു വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ പോവാം. അങ്ങനെ ഒരാളുമായി ബന്ധപ്പെട്ട കുടുംബത്തെ ദൈവം സ്പർശിക്കുക. ആ വ്യക്തിയെ അല്ല ദൈവം സ്പർശിക്കുക. സെപ്റ്റംബറിൽ ജനിച്ച വ്യക്തിയാണോ? കൂടുതൽ പിന്നെയും പ്രാർത്ഥിക്കേണ്ടി വരും. സെപ്റ്റംബറിൽ ജനിച്ചാണോ? ഞാനിപ്പം ഷീനാസിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് 2 കാര്യമാണ്. സെപ്റ്റംബർ അപ്പം അച്ഛൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞത്. എനിക്കറിയത്തില്ല, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവിനോട് പറയുന്നത്. ചില കുരുക്കുകളെ ദൈവം അഴിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് സഹായിക്കുന്നല്ലോ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. ഞാൻ ഈ വചനം തീർത്തതിന് ശേഷം നമുക്ക് വീണ്ടും വന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം വലിയൊരു ശുദ്ധാത്മാവിന്റെ ആലോചനകൾ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിങ്ങളുടെ അവസ്ഥ മാറാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ഒക്ടോബർ 14 എന്നുള്ള ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്? ഒക്ടോബർ 14 ജനന തീയതിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. വലിയൊരു ദൈവത്തിന്റെ വഴിത്തിരിവ് നിങ്ങളുടെ ലൈഫിലാണ്. ഒക്ടോബർ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഏറ്റെടുത്തോണം. ഇതിനുശേഷം ഞാൻ വീണ്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ഒരു വ്യക്തി യേശുവിലായ, ഞാൻ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അത്ഭുതം എന്നാണ് ഉണ്ടാകുന്നത്? അപ്പോൾ നിങ്ങൾ കുറേ അഭിപ്രായം പറഞ്ഞു, വളരെ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്നൊക്കെ നിങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അത്ഭുതം ഉണ്ടാകുന്നത് ഇന്നല്ല. ഇപ്പൊ ബ്രദർ പറയല്ലോ ഇന്നൊരത്ഭുതം. ശ്രദ്ധിച്ചോണം. എത്ര പേര് നിധിയെ പറ്റി കേട്ടിട്ടുണ്ട്? നിധി കിട്ടിയിട്ടില്ല, പക്ഷെ നിധിയെ പറ്റി കേട്ട എത്ര പേരുണ്ട്? കേട്ടിട്ടുണ്ട്. നമുക്ക് ആർക്കും നിധി കിട്ടിയില്ല, പക്ഷെ ഇന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെല്ലാവരും, അല്ലേ? നിധി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളെല്ലാവരും. പണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രയറിന് പോയ സമയത്ത് അവിടെ ഒരു അച്ഛനും മോനും നിധിക്ക് വേണ്ടി തൻ്റെ വീട് മൊത്തം കുഴിച്ച ആൾക്കാരെ എനിക്കറിയാം. വീടും പറമ്പും എല്ലാം കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. JCB കൊണ്ട് മാന്തി മറിച്ചു ഒക്കെ. ആരോ വന്ന് പറഞ്ഞു വലിയ നിധി ഉണ്ടെന്ന് പറഞ്ഞ് മൊത്തം മറിച്ചിളക്കി, അത് മൊത്തം അന്വേഷിച്ചു, പക്ഷെ മറിച്ചതല്ലാതെ ഇളക്കിയതല്ലാതെ ഒന്നും കിട്ടിയില്ല. പക്ഷേ നിധി കിട്ടില്ല. അപ്പം നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി വീഴും. ഇനി ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചോണം. ഇവിടെ പറയുകയാണ്, യേശുവിൽ ആശ വെച്ചവരായ നമ്മൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞ്, അവനിൽ നാം അവകാശം പ്രാപിച്ചു. ശ്രദ്ധിച്ച്, എന്താ എഴുതിയേക്കുന്നത്? പ്രാപിക്കും എന്നാണോ പ്രാപിച്ചു എന്നാണോ? ഈ മലയാളത്തിൽ ലഭിച്ചു എന്നതിന്റെ അർത്ഥം എന്തുവാ? ലഭിച്ചു എന്നതിന്റെ അർത്ഥം എന്തുവാ? ഈ പ്രാപിച്ചു എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ലഭിച്ചു എന്ന് പറഞ്ഞ അർത്ഥം. മലയാളത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞാലോ?
ലഭിക്കും എന്ന് പറഞ്ഞാലോ? കിട്ടും. ബൈബിള് നിങ്ങൾ നോക്കിയാൽ മതി. ബൈബിളിൽ മിക്ക ഇടങ്ങളിലും കാണാൻ പറ്റുന്ന ഒരു വാക്യം ഏതാണ്? ലഭിച്ചു, പ്രാപിച്ചു, അതെ ഇങ്ങനെയുള്ള വാക്യം. സിസ്റ്ററെ പൊന്നമ്മ സത്യ ഒന്ന് സിസ്റ്ററെ മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും, ക്രിസ്തുവിൽ ആശ വെച്ചവരായ നാം, ഇവിടെ പറയുകയാണ് അവനിൽ നിങ്ങൾ അവകാശം പ്രാപിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ബൈബിളിൽ ഒരു സ്ഥലത്ത് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നാണ്, ലഭിച്ചു എന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്നർത്ഥം. ശ്രദ്ധിച്ചോണം. ഇവിടെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് കിട്ടിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ലേ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം? പ്രാപിച്ചു അല്ലേ? ആണോ? അല്ലേ? നിങ്ങളെ കൊണ്ട് ഞാൻ എന്തിനാ പറയിപ്പിക്കുന്നറിയാവോ? നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കയറാൻ വേണ്ടിയാ. ആരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് കാണാപ്പാഠം പഠിച്ച വാക്യങ്ങൾ, ഇന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. ഞാനത് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ നിങ്ങൾ പ്രാപിച്ചു എന്നും ലഭിച്ചു എന്നൊരു വാക്ക് കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾ എത്ര പേര് നിധിയെപ്പറ്റി കാണും? നിധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു നിധി കുഴിച്ചെടുത്ത് കിട്ടി. ഞാൻ ചോദിച്ചോട്ടെ, ആ നിധി ഇന്ന് കിട്ടിയതാണോ അല്ലെങ്കിൽ ഇന്ന് അവിടെ ഉണ്ടായതാണോ നേരത്തെ ഉണ്ടായതാണോ നിധി എന്ന് പറയുന്നത്? അത് തന്നെ ശ്രദ്ധിച്ചോണം. നിധി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വീട് പണിതു, പുതിയൊരു വീട് പണിതു എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്തൊരു വീട് പണിതെടുത്തു. എന്നാൽ ഒരു വീട് മേടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ വീട് പണിതെന്നല്ല, പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു വീട് ഞാൻ മേടിച്ചതാണ്. പഴയ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചു. ഞാൻ വീട് വെച്ചു എന്ന് പറയുന്നതും വീട് മേടിച്ചു എന്ന് പറയുന്നതും രണ്ടാണ്. ഇവിടെ ബൈബിൾ പറയുന്നു നിങ്ങൾ അവകാശം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ അവകാശം പ്രാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? നിധി തപ്പിയെടുക്കുന്നത് പോലെ കണ്ടെത്തും. അതുകൊണ്ടാണ് ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. എത്ര പേരെ വചനം കണ്ടിട്ടുണ്ട്? അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കുറേ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ കിട്ടും. കുറേ ജോലി അന്വേഷിച്ച് അത് കിട്ടും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്റർവ്യൂവിനെ പറ്റിയല്ല പറയുന്നത്, നിങ്ങൾ പോകുന്ന ഒരു സ്ഥലത്തെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഒന്ന് മറഞ്ഞു കിടപ്പുണ്ട്, ആ മറഞ്ഞു കിടക്കുന്നത് കണ്ടെത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മുട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ളത് എന്തോ അകത്തുണ്ട്, അത് തുറന്ന് തരുവാൻ പറ്റുന്ന ഒരാൾ അവിടെയുണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിളിൽ പലതിനും പല അർത്ഥങ്ങളല്ല, ബൈബിളിൽ എല്ലാ വചനത്തിനും ഒരേ അർത്ഥമാണ്. അത് മത്തായിൽ തപ്പിയാലും മർക്കോസിൽ തപ്പിയാലും അക്ഷരങ്ങൾക്കും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന പ്ലാനുകൾ ഒന്നാണ്. ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതം ഇന്നുണ്ടാകുന്നതല്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകോട്ട് യേശു നമുക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് കിട്ടുന്നതാ. മനസ്സിലായോ? എളുപ്പം ഞാൻ ഉദാഹരണം അറിയാൻ വേണ്ടി പറയാണ്. എളുപ്പം നിങ്ങൾക്ക് എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. നിങ്ങൾക്കൊരു രോഗസൗഖ്യം യേശു ക്രിസ്തു തരുന്നത് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാണോ? അടുത്ത ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കൊരു ചോദ്യമാണ്. യേശു ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവോ? യേശു നിങ്ങളെ ഇന്ന് ഇറങ്ങി വന്ന് സൗഖ്യമാക്കുവോ? ഈ ഉത്തരം നിങ്ങൾ പറയാതെ നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോയിട്ട് കാര്യമില്ല. യേശു നിങ്ങളെ ഇന്ന് വന്ന് സൗഖ്യമാക്കുവോ ഇല്ലയോ? ഈ 2024 മെയ് മാസം യേശു ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുമോ? എന്തുകൊണ്ട് സൗഖ്യമാക്കുന്നില്ല? എന്നുകൂടെ പറയാം. സൗഖ്യമാക്കി കഴിഞ്ഞു. ശ്രദ്ധിച്ചോണം. 2000 വർഷങ്ങൾക്ക് മുൻപേ കുരിശിൽ മരിച്ചപ്പോൾ നമ്മൾക്ക് സൗഖ്യം തന്നു. ആമേ. ഇനി കേട്ടോണം, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ശ്രദ്ധിച്ചോണം. ഇനിയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വേഗത്തിൽ ലഭിക്കാൻ പോവുക. ശ്രദ്ധിച്ചോണം. യേശുവിലുള്ള സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒറ്റ ഡിമാൻഡേ ബൈബിൾ പറയുന്നുള്ളൂ, യേശു മുറിവേൽക്കണം. യെശയ്യാവിൽ 53 പറയുന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ നമുക്ക് എന്ത് വന്നിരിക്കുന്നു?
സൗഖ്യം ഇരിക്കുന്നു. വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ സൗഖ്യമാകണമെങ്കിൽ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, യേശു മുറിവേൽക്കണം. മനസ്സിലായോ? യേശു എല്ലാ ദിവസവും എൻ്റെ രോഗത്തിന് വേണ്ടി മുറിവേൽക്കുന്നില്ല. പകരം എല്ലാ രോഗത്തിനു വേണ്ടിയും യേശു ഇന്നലെ, അതായത് 2024 വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് കാൽവരി ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്തു? തറയ്ക്കപ്പെട്ടു. എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി യേശു മുറിവേറ്റു. അപ്പൊ ഈ 2024 യേശു എൻ്റെ വീട്ടിൽ ഇറങ്ങി വന്ന് നിന്റെ രോഗം മാറട്ടെ എന്ന് യേശു പറയുന്നില്ല. പകരം യേശുവിൻ്റെ മുറിവ് 2024 വർഷങ്ങൾക്ക് പുറകോട്ട് ഇങ്ങോട്ട് സഞ്ചരിച്ച് എൻ്റെ മേലേക്ക് വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ഒരു നിധി പോലെ ഈ സൗഖ്യം കിടക്കുന്നു. ആ സമയത്താണ് നിങ്ങൾ ഏതോ ഒരു ബൈബിൾ ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടെ ഇരുന്ന് ബ്രദറെ വിളിച്ചു പറയുകയാണ്, യേശു നിന്റെ രോഗത്തെ വഹിച്ചു. നിങ്ങൾ ചിന്തിക്കും, എൻ്റെ കർത്താവേ, യേശു മരിച്ചത് ഇന്നേക്ക് 2024 വർഷം പുറകോട്ടല്ലേ? ഇന്നലെ ആണല്ലോ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ട് പറഞ്ഞത് എനിക്ക് രോഗമാണ്. അപ്പൊ ഇതിലേതാ ശരി? മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു 2024 ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന ഡേറ്റിൽ ദേ രോഗത്തിന്റെ റിപ്പോർട്ട്. എൻ്റെ പേപ്പർ റിപ്പോർട്ട് ബ്രദറെ, ദേ ഈ പേപ്പർ എഴുതിയേക്കുന്നത് ഈ മാസമാണ് ഞാൻ പരിശോധിച്ചത്, ഈ മാസമാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ രോഗിയാണ്. പക്ഷെ ബൈബിൾ പറയുന്നു സാക്ഷാൽ അവൻ്റെ രോഗത്തെ വഹിച്ചു എന്ന്. എനിക്ക് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയപ്പം ഞാൻ അറിഞ്ഞു ഞാൻ രോഗിയാന്ന്. അതിനു മുമ്പ് എനിക്ക് രോഗമില്ലായിരുന്നു, ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ റിപ്പോർട്ട് പറയുന്നു ഞാൻ രോഗിയാണ്. ബൈബിൾ പറയുന്നു ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പുറകോട്ട് യേശു എൻ്റെ ഇന്നത്തെ രോഗത്തെ വഹിച്ചു. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ എൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി യേശു അടിയേറ്റു. എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം, ഈ രോഗസൗഖ്യം യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിധി പോലെ ദൈവം കുഴിച്ചിട്ടു. ആമേൻ. നിധി പോലെ കുഴിച്ചിട്ടിട്ട് എന്നോട് പറയുകയാണ്, ആ വചനം ശ്രദ്ധിച്ചോണം. നിങ്ങൾ എഫേസ്യ ലേഖനത്തിൽ ആ വാക്യം ഒന്ന്, ഈ വചനം മാത്രം ഒന്ന് 11-ാം വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ച്. എഫേസ്യർ 1:11 വായിക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അവനിൽ നാം അവകാശവും പ്രഖ്യാപിച്ചു. അവനിൽ നാം അവകാശം പ്രാപിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. അവകാശം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സമയം നോക്കണം, എൻ്റെ ബ്രദറെ എന്നെ കൊണ്ടത് കഴിയുമോ, എൻ്റെ കുറവുണ്ട്. ആരെങ്കിലും വന്നിട്ട് പറയാ ആ കുറവുണ്ട്, ഈ കുറവുണ്ട്. പക്ഷെ ബൈബിള് പറയുന്നു കിട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്നാ പറയാനാ? ഒരാൾ വന്നിട്ട് എന്നോട് പറയാം, സഹോദര എനിക്കത് കിട്ടണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കും, ഒരു കാറ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് എനിക്കൊരു വലിയൊരു വണ്ടി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ പറയാം എനിക്ക് കാറ് കിട്ടിയ കൊള്ളാമെന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര പൈസയാവും, ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആകുമെന്ന് ഒരാൾ പറയാന്നിരിക്കട്ടെ. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരാൾ വന്നിട്ട് എൻ്റെ രാവിലെ മുറ്റത്ത് വന്നിട്ട് എൻ്റെ അയൽവക്കംകാരൻ പറയതേ കാറ് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, കാശില്ലാതെ എങ്ങനെ കാറ് കിട്ടുന്നത്? ആണോ അല്ലയോ? നിങ്ങൾ പറ, കാശില്ലാതെ കാറ് കിട്ടുമോ? പൈസ ഇല്ലാതെ കാറ് കിട്ടുമോ? ഇല്ല. ആ കാർ എൻ്റെ കാർ പോർച്ചിൽ വരണമെങ്കിൽ ഞാൻ കാശ് കൊടുക്കണം. ഞാൻ കാശ് കൊടുക്കാതെ ഒരു കാറും എൻ്റെ കാർ പോർച്ചിൽ വരത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ അവകാശം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്തത്? ഒന്നും ചെയ്തില്ല. പകരം യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു. ഇതെൻ്റെ മേൽ വന്നു. ഇനിയിപ്പോൾ ഞാൻ എന്നാ പറയാനാ? യേശു ക്രൂശിൽ അത് കൊടുത്തത് കൊണ്ട് എനിക്കത് ഫ്രീ ആയി ലഭിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എനിക്കത് ഫ്രീ ആയി ലഭിച്ചു. നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. എനിക്കത് ഫ്രീ ആയി ലഭിച്ചു. എങ്ങനെയെങ്കിൽ ബ്രദറെ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ്. പക്ഷെ അത് കാണാൻ ഞാൻ എന്താ ചെയ്യണം? അടുത്ത വാക്യത്തിലേക്ക് അതിന് ഉത്തരങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, ശ്രദ്ധിച്ചു വായിച്ചോണം. ഇവിടെ നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ ചില പ്രത്യേകത നോക്കണം. ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നുള്ളത്. അവനിൽ നാം ആശ പ്രാപിച്ച് തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നിയമിക്കപ്പെട്ടതും മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തന്നെ. ഇച്ചിരി കട്ടി വാക്കുകളാണ് ഇവിടെ വചനം പറയുകയാണ്. അവൻ നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിച്ചിട്ട്, ശ്രദ്ധിച്ച്, കേൾക്കുകയും അവനിൽ വിശ്വസിച്ചിട്ട്. അപ്പൊ ഇത് കേൾക്കുകയും കേട്ടത് വിശ്വസിച്ചിട്ട്
അടുത്ത വാക്യത്തിൽ പറയുന്നു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായി നമ്മെ അവകാശത്തിൻ്റെ, ശ്രദ്ധിച്ചോണം, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, എനിക്കിത് മുഴുവൻ തന്നിട്ട് ദൈവം ഒരു സീൽ അവിടെ വെച്ചു. ആ സീലാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവിനാൽ അത് മുദ്രയിട്ടു ദൈവം. അതിൻ്റെ കാര്യം എന്താണെന്നറിയാവോ? ആരും നിങ്ങളുടെ അവകാശം എടുത്തു കൊണ്ടുപോകാതിരിപ്പാൻ. ആരും നിങ്ങളുടെ അവകാശം എടുത്തു കൊണ്ടുപോകാതിരിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ അത് മുദ്രയിട്ടു. ഇപ്പൊ മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, കർത്താവേ, ഏതെങ്കിലും എൻ്റെ കുറവുകളാണോ എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് ഒരു ചിന്ത വന്നാൽ മനസ്സിനോട് പറയണം, എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു സഹോദരി, ഇന്നത്തെ എൻ്റെ അനുഗ്രഹം ഇന്നലെ തന്നെ യേശു തന്നു. അപ്പം ഇന്ന് നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒന്നും ചെയ്യണ്ട, യേശു ക്രൂശിൽ എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയ വില കൊടുത്തു. ഇനി അത് എൻ്റെ മേലേക്ക് വരാൻ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഞാനാണ് അത് അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടയാള്. മനസ്സിലായോ? നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ ഒരു വ്യത്യാസം വരുത്തണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ നിധി പോലെ മറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് അത് പുകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദറെ, എൻ്റെ വിഷയങ്ങൾ കർത്താവ് എനിക്കത് തരും എന്നതിന് ഞാൻ എന്തിനാലാണ് അറിയുന്നത്? എന്തിനാലാണ് ഞാനത് അറിയുന്നതെന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചെന്ന് വിചാരിച്ചു. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് കാണാപ്പാഠം പഠിച്ച ചില വചനങ്ങളുണ്ട്. കാണാപ്പാഠം പഠിച്ച വചനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈ വാക്യം. ഒന്ന് വായിക്കാൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇവിടെ പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ കർത്താവിനോടുകൂടെ സകലതും നൽകാതിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? സ്വന്തം പുത്രനെ എപ്പോഴാണ് ദൈവം നമുക്ക് തന്നത്? എപ്പോഴാണ് യേശുവിനെ ഭൂമിയിലേക്ക് തന്നത്? ഈ തരിക എന്ന് പറഞ്ഞാൽ യേശു വരിക എന്ന അർത്ഥമല്ല. തരിക എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി കർത്താവ് തന്നു. അങ്ങനെ ലഭിച്ചു. ഞാൻ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഞാനിപ്പോൾ പറയുവാണ്, അജാസസ്ക്ക് വേണ്ടിയ സാധനങ്ങളുടെ എല്ലാം പൈസ ഞാൻ കൊടുത്തു. അരി, പച്ചക്കറി എന്നൊക്കെ വേണോ അതെല്ലാം ഞാൻ വില കൊടുത്തു. അജാസിസ്റ്റ് അവിടെ പോയിട്ട് ഇങ്ങനെ ചിന്തിക്കും, കടക്കാരനോട് ഞാൻ എങ്ങനെ ചോദിക്കും, കടക്കാരനോട് ഞാൻ എങ്ങനെ മേടിക്കും, അത് കിട്ടിയാൽ കൊള്ളായിരുന്നു, ആ 10 കിലോ അരി കിട്ടിയിരുന്നെങ്കിൽ, ആ പച്ചക്കറി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സിസ്റ്റർ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടക്കാരൻ പറയുകയാണ്, കടക്കാരൻ മിണ്ടത്തില്ല. മനസ്സിലായോ? കടക്കാരനൊന്നും മിണ്ടത്തില്ല. കടക്കാരൻ ഇങ്ങനെ നമ്മളെ നോക്കും. നമ്മൾ ചാടി കയറിയിട്ട് പറയണം, ദേ ഇന്നയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞാട്ട്, യേശു കർത്താവ് എന്നോട് വചനത്തിലൂടെ പറയുന്നു ഞാൻ അവകാശിയാന്ന് പറ. യേശു വചനത്തിലൂടെ ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ബൈബിള് നമ്മളോട് പറയുകയാണ്, എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തേലും അങ്ങോട്ട് ചെയ്യണ്ടെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട. ഇവിടെ എന്നെ അവകാശി ആക്കിയിരിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ ഞാൻ ചോദിക്കുക, അതെ, ഈ അവകാശം കിട്ടാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം ശരിയോ തെറ്റോ? നിങ്ങൾ പറ. ശരിയാണോ ചോദ്യം? ഏത് ചോദ്യം ശരി? ചോദ്യം തെറ്റാ. ഷിജുബദർ ശ്രദ്ധിച്ചോണം കേട്ടോ. ചോദ്യം ശരിയോ തെറ്റെന്ന് ഞാൻ ചോദിച്ചത്, ശ്രദ്ധിച്ചിരുന്നോണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു അത്ഭുതം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടനെ നോക്കേണ്ടത്, യേശുവേ, നീ എനിക്ക് വേണ്ടി വില കൊടുത്തു. ഇന്നത്തെ എൻ്റെ സകല വിഷയത്തിനും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകൾക്കും യേശു ഇന്നലെ ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് ഇന്നത്തെ എൻ്റെ അത്ഭുതത്തിന് ഞാൻ അവകാശിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവകാശിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
എൻ്റെ പേർക്ക് കർത്താവ് അത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ അവകാശിയാന്ന് പറ. ഞാൻ ഞാൻ അവകാശം അവകാശിയാണ്. ആമേൻ. അപ്പൊ എനിക്ക് ഈ വചനം എന്നെ വല്ലാതെ എന്നെ സ്പർശിച്ചൊരു വാക്യമാണ്. വല്ലാതെ എന്നെ സ്പർശിച്ചൊരു വാക്യമാണ് ഈ എഫേസ്യ ലേഖനത്തിൽ ഞാൻ വായിച്ച വാക്യം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, എൻ്റെ വിഷയം ബൈബിളിൽ അങ്ങനെ പറയുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കടഭാരോ രോഗമോ കുടുംബ വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമോ അവിടെ പറയുന്നില്ല. പിന്നെ എങ്ങനെ ബ്രദറെ എൻ്റെ വിഷയം മാറിയെന്ന് ഞാൻ അറിയുന്നു? ഈ ഒറ്റ വാചനം മാത്രം മതി. ഈ വചനം വായിക്കാൻ പറ്റുന്ന ഒരു മാത്രം ഒന്ന് വായിച്ചേ. വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വായിച്ചേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ വായിച്ചോ. എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അയ്യോ, ഇത് അവനോട് വായിക്കുന്ന ആള് സകലതും ഈ നൽകാതെ വായിക്കുന്ന ആള് കള്ളന്മാരെ പോലെ വായിക്കാതെ, വായിക്കുന്ന ആള് ഉറക്കെ വായിച്ചേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ അങ്ങനെ വായിക്കേ. നമുക്ക് വായിച്ചോ. എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കണ്ടോ? അപ്പൊ സ്വന്തം പുത്രനെ, അത് ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ള വചനമായതല്ലേ. ഞാൻ കാണാപ്പാടം പഠിച്ച കുറേ വചനങ്ങളിൽ ഒന്നായത്. എന്ത് വിഷയം വന്നാലും ഞാൻ പറയും, കർത്താവേ, സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നൽകിയ ദൈവം, ഇന്നത്തെ എൻ്റെ വിഷയം ഒരാൾക്കും തടയാൻ കഴിയത്തില്ല. കാരണം ഞാനിപ്പോൾ പറയുക, ഞാൻ നിങ്ങൾക്കിപ്പം ഒരു വില കൂടിയ ഐഫോൺ മേടിച്ചു തന്നു. നിങ്ങൾക്ക് ഒരു വില കൂടി ഞാനൊരു ഫോൺ മേടിച്ചു തന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുക, ബ്രദറെ, ആ വാട്സാപ്പും കൂടെ തരാവോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ശരിയോ തെറ്റോ? ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. അത് തെറ്റാണ്. ഇപ്പം നമുക്ക് മനസ്സിലായല്ലേ നമ്മുടെ ഒരു രീതിയിലോട്ട് വന്നപ്പോൾ. ഞാൻ നിങ്ങൾക്ക് വില കൂടി ഒരു മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. 1.5 ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തന്നിട്ട് നിങ്ങൾ എന്നോട് പറയുക, ബ്രദറെ, വാട്സാപ്പും കൂടെ കിട്ടിയാൽ ഭയങ്കര പാടാണ്. വാട്സാപ്പ് കിട്ടിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥന ലിങ്കൊക്കെ കയറായിരുന്നു. ആ സൂമും കൂടെ കിട്ടിയാൽ എനിക്ക് സൂം പ്രാർത്ഥനയിൽ പങ്കുചേരായിരുന്നു. അപ്പം ഞാൻ പറയും, എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഈ മൊബൈലിൻ്റെ അകത്ത് എല്ലാം കിടപ്പുണ്ട്. ഇത് കിട്ടിയാൽ പിന്നെ ബാക്കി എല്ലാം എന്ത് ചെയ്യും? പറ. ഓട്ടോമാറ്റിക് വരും. ഇത്രയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ മേടിക്കാമെങ്കിലും ആണോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ? അതെല്ലാം സൗജന്യമല്ലേ? ആണോ ഇല്ല? ആരെങ്കിലും വാട്സാപ്പും ഫേസ്ബുക്കും പൈസ കൊടുത്ത് മേടിച്ചോ? ഇല്ല. അതൊക്കെ നമുക്ക് സൗജന്യമായി ലഭിച്ചു, അതിൻ്റെ കൂടെ കിട്ടിയത് അല്ലേ. വിലയുള്ളത് ഫോണിനാ, സിമ്മ് പോലും ഫ്രീയാ. വിലയുള്ളത് ഫോണിനാ. ബൈബിൾ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? സകലതും നൽകാതിരിക്കുമോ? ആമേൻ. എൻ്റെ കൂടെ രാമൻ. ആമേൻ. എൻ്റെ കൂടെ രാമൻ പറഞ്ഞാട്ടെ. എല്ലാവരും രാമൻ പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, യേശു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. ഒരു മൊബൈൽ ഫോൺ ഞാൻ മേടിച്ചിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സകല ആപ്ലിക്കേഷനും മൊബൈലിനാണ് വില, ബാക്കി ഒന്നിനും എല്ലാം ഫ്രീയാ. യേശുവിനെ എനിക്ക് ലഭിച്ചു. യേശുവിനെ കിട്ടിയത് കൊണ്ടാണ് വചനത്തിൽ മുഴുവനും ഞാൻ അവകാശം പ്രാപിച്ചു, സൗഖ്യം വന്നിരിക്കുന്നു, അത്ഭുതം നടന്നിരിക്കുന്നു, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബൈബിൾ പുതിയ നിയമം വായിക്കുന്ന സമയത്തെല്ലാം വന്നിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, കിട്ടിയിരിക്കുന്നൊക്കെ പറയാൻ കാരണം അപ്പോസ്തലന്മാർ കൈ വിറയ്ക്കുക, ഇനി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ. കാരണം അവർ ചിന്തിക്കുക, സ്വർഗത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള യേശുവിനെ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിലൂടെ ലഭിച്ചുവെങ്കിൽ അതിൻ്റെ പുറകെ സകലതും വരാതിരിക്കുമോ? ഇല്ലയോ? നിങ്ങൾ പറ, സകലതും വരാതിരിക്കുമോ? ആമേൻ. ആമേൻ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിഞ്ഞ് പറയേണ്ടത്. പ്രാർത്ഥിക്കുകയല്ല, പറയേണ്ടത്. കർത്താവേ, നമ്മൾ പറ, കർത്താവേ, യേശു ക്രിസ്തുവിനെ കിട്ടിയ എനിക്ക് എൻ്റെ ഈ വിഷയം കിട്ടാതെ പോകത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും, തളർച്ച വരും, നമ്മുടെ ജഡം ഇങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കും. ഉടനെ പറ, കർത്താവേ, എനിക്ക് എന്തായാലും, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സമയത്തിന് മുന്നോട്ട് പോയി. നിങ്ങൾ രാവിലെ മുതൽ ജോലി ചെയ്തിട്ട് വൈകുന്നേരം അവിടുത്തെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആള് പൈസ തന്നില്ലെങ്കിൽ എത്ര പേര് മേടിക്കാതെ പോകും? നിങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു, നേടിയിട്ടേ പോകുള്ളൂ. 20 പറഞ്ഞു
നേടിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? എടുത്തിട്ടേ പോകും. അതിന്റെ കാരണം എന്തുവാ? അതിന്റെ കാരണം എന്തുവാ? നമുക്ക് കഷ്ടപ്പെട്ട് ആ അത് തന്നെ അത് ഉള്ളൂ. തന്നെ അത് തന്നെ നിങ്ങളുടെ അവകാശമാണ്, അല്ലേ? നിങ്ങളുടെ അവകാശമാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പ്രാർത്ഥനയിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിഞ്ഞോണം. വചനത്തിൽ, ബൈബിളിൽ എന്നോട് പറയുന്നു, യേശുവിൽ ഞാൻ അവകാശിയാണ്. ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ആ വിഷയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ കർത്താവെ, പ്രിയ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ അത് നടത്തി കൊടുക്കണമെന്ന് കർത്താവ് പറയും, ഞാനത് ക്രൂശിൽ നടത്തി കഴിഞ്ഞെന്ന് പറയാൻ. ഞാൻ എന്നാ ചെയ്യാൻ? നിങ്ങൾ പറ. ഞാൻ വില കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ, കർത്താവ് അങ്ങ് വില കൊടുത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തിയെ കാണും. ഇപ്പം അത് മറഞ്ഞു കിടക്കുക. എൻ്റെ കൂടെ പറ, ഇപ്പം അത് മറഞ്ഞു കിടക്കുക, പക്ഷെ അത് മറ നീക്കി പുറത്തു വരുമെന്ന് പറ. ഇപ്പോൾ അത് മറഞ്ഞു കിടക്കുകയാണ്, അത് മറനീക്കി പുറത്തു വരും. ഇപ്പൊ അത് മറഞ്ഞു കിടക്കുവാണ്. ഇത് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ അത് മറഞ്ഞു കിടക്കുവാണ്, പക്ഷെ അത് മറ നീക്കി പുറത്ത് വരാൻ പോവുക. ഇപ്പൊ അത് മറഞ്ഞു കിടക്കും. എനിക്കറിയത്തില്ല ആരോടൊക്കെയോ കർത്താവ് ഇങ്ങനെ പറയുക. ഞാനിങ്ങനെ കാണുന്നത്, വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് പിന്നീട് ഒരു സ്ഥലം മേടിച്ച്, പക്ഷെ അതും വിൽക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഒന്ന് വിറ്റു, വീണ്ടും മേടിച്ചു വീട്, പക്ഷെ അതും വിൽക്കാൻ വേണ്ടി കിടക്കുക. അത് വിറ്റാലും ഇനി ജീവിതത്തിന്റെ അകത്ത് ഈ കടവും ബാധകവും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പറ, ഞാൻ ഇവിടെ വാഴും. ഈ ഭവനത്തിൽ വിറ്റു പോകത്തില്ല, ഇവിടെ തന്നെ ഞാനത് വാഴാൻ പോവുക. ഭവനം വിറ്റ് മാറാൻ നിൽക്കുന്ന ആക്കോട് ഞാൻ പറയുന്നു, മാറരുത്. അവിടെ നിന്നുകൊണ്ട് പറയണം, ഇവിടെ ഞാൻ യേശുവിന്റെ അത്ഭുതം കാണും, കർത്താവിനാൽ ഞാൻ അത്ഭുതം കാണുമെന്ന് പറയണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സമയത്ത്, ഈ ഒരു ടൈമിൽ നിങ്ങൾ മനസ്സിലായിക്കോണം, ഈ വചനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാണാപ്പാടം പഠിച്ച നമ്മുടെ എഫെസ്യ ലേഖനമാണ് നമ്മൾ പറഞ്ഞത്. അവകാശം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അവകാശം പ്രാപിക്കണം എന്നല്ല, പ്രാപിച്ചിരിക്കുന്നു. ഇനി ഇവിടെയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു പറഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ പറയാൻ തുടങ്ങിയാൽ ദൈവാത്മാവ് എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ മറ നീക്കി, ശ്രദ്ധിച്ചോണം, ഈ മറ നീക്കി, ദൈവം മറച്ചു വെച്ചിട്ടുള്ള ഈ മറ നീക്കി, ഞാൻ പറഞ്ഞല്ലോ, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് പറഞ്ഞത്. ഈ മറ നീക്കി എനിക്കത് തുറന്നു തരുവാൻ പരിശുദ്ധാത്മാവ് അതെനിക്ക് സഹായിക്കും. ഇപ്പം നമ്മളൊരു അലമാരിക്കകത്ത് സ്വർണവും പണവും ഒക്കെ വെച്ച് അത് പൂട്ടി താക്കോലെടുത്ത് മാറ്റി വെച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഇരിപ്പുണ്ട്. അത് തുറക്കണമെങ്കിൽ എന്ത് വേണം? വലിയ അലമാരിയാ. എനിക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അലമാരിയെ പിടിച്ച് മല്ലി പിടിച്ചാൽ ഒരു രക്ഷയില്ല, കൈ പോകുന്നല്ല, ഗുണമില്ല. പകരം ഈസി ആയിട്ടൊരു മാർഗമാണ് ആ താക്കോൽ ഉപയോഗിച്ച് തുറക്കുക. ഈ താക്കോലാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ ദാനമാണ് കേട്ടോ. നമ്മുടെ അവകാശത്തിന്റെ ദാനമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അവകാശത്തിലേക്കുള്ള വഴി പരിശുദ്ധാത്മാവാണ്. പക്ഷെ ആ വഴിയിലേക്ക് നമുക്ക് കയറണമെങ്കിൽ, ആ താക്കോലാകുന്ന പരിശുദ്ധാത്മാവിനാൽ അത് ഓപ്പൺ ആകണമെങ്കിൽ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് മാറണം. എൻ്റെ അത്ഭുതം ഇന്നുണ്ടായതല്ല, എൻ്റെ അത്ഭുതം ക്രൂശിൽ നടന്നതാ. എൻ്റെ കൂടെ പറഞ്ഞ ക്രൂശിൽ നടന്നു കഴിഞ്ഞാന്ന് പറ. ക്രൂശിൽ നടന്നു കഴിഞ്ഞതാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ യേശുവേ ആരാധന. യേശു, എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങ് തുറക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഓ എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവ് സ്പർശിക്കുക. ഈ പുതുപ്പറമ്പിൽ നിന്നൊരു വീട്ടുപേര് ഞാൻ കാണുക. പുതുപ്പറമ്പിൽ നിന്ന് ഒരു വീട്ടുപേര് എന്നെ കർത്താവ് എന്നെ കാണിക്കുക. പുതുപ്പറമ്പിൽ നിന്നുള്ള ഒരു വീട്ടുപേരിൽ കർത്താവ് എന്നെ കാണിക്കുക. ആ വീട്ടുകാരുമായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ രക്ഷയുടെ വലിയ പദ്ധതി ഇറക്കാൻ പോവുക. സൂമിലാണോ, യൂട്യൂബിലാണോ, ഫേസ്ബുക്കിൽ അറിയത്തില്ല. പുതുപ്പറമ്പിൽ എന്നൊരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. കർത്താവ് ഇന്ന് ആ കുടുംബത്തിലെ അകത്ത് കർത്താവിൻ്റെ രക്ഷയുടെ മഹത്വം വെളിപ്പെടാൻ പോവുക. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നപ്പാ, ആ തകർന്ന അവസ്ഥകൾ പണിയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്നെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ഇന്ന് നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്നതിനുള്ള വില യേശു കൊടുത്ത് നിങ്ങളെ അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ
നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മളോട് പറയും, പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കും. അതിനെ ഊന്നൽ തരാൻ വേണ്ടിയാണ് പലപ്പോഴും പല ആൾക്കാരും വന്നിട്ട് പറയുന്നത്, നീ ഇനി രക്ഷപ്പെടത്തില്ല, നിന്റെ പഴയ പിതാക്കന്മാരുടെ വിഷയങ്ങളാണ്, അതാണ് ഇതാന്നൊക്കെ. യേശുവിൽ കർത്താവായി സ്വീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. എൻ്റെ കർത്താവ് എനിക്ക് ഇന്ന് തരാൻ പോകുന്നതല്ല, എൻ്റെ ദൈവം തന്നു കഴിഞ്ഞതാണ്, എൻ്റെ ദൈവം എനിക്ക് അത് തുറന്നു തരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലാതെ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല, അത് തുറന്നു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഡോറ് തുറക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഏത് ഡോറാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവകാശത്തിൻ്റെ ഡോറ്. അതെങ്ങനെയാണ് തുറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റു പറഞ്ഞോണം, കർത്താവായ യേശു ക്രൂശിലൂടെ അത് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ക്രൂശിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയ രോഗസൗഖ്യങ്ങൾ നടക്കാൻ പോകും. നിങ്ങളുടെ ശരീരത്തിന് മേൽ കൈവച്ച് നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നോക്കിയിട്ട് സ്വന്തം ശരീരത്തിലോട്ട് നോക്കിയിട്ട് പറ, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. യേശു എൻ്റെ, ഞാൻ ഇന്ന് മ്യൂട്ട് മാറ്റണ്ട, ഞാൻ പറയുമ്പോൾ മ്യൂട്ട് മാറ്റിയാൽ മതി. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ അനുഭവിക്കുന്ന ഈ വേദന, ഈ രോഗം, ഇതിൻ്റെ സൗഖ്യത്തിനായുള്ള വില യേശു കൊടുത്തു. എൻ്റെ കർത്താവേ, ഞാനിത് അനുഭവിക്കേണ്ട കാര്യമില്ല, പകരം ഞാൻ അനുഗ്രഹം അനുഭവിക്കാനാണ്. രോഗം അനുഗ്രഹമല്ല, കേട്ടോണം. നിങ്ങളുടെ അസമാധാനം അനുഗ്രഹമല്ല. സന്തോഷമില്ലാതെ തകർന്നിരിക്കുന്നത് അനുഗ്രഹമല്ല. തലമുറകൾ നശിക്കുന്നത് അനുഗ്രഹമല്ല. നിങ്ങൾ ദാരിദ്ര്യത്തിൽ, തകർച്ചയിൽ, അത് അനുഗ്രഹമല്ല. അതിൻ്റെ പേര് തകർച്ചയെന്ന് തന്നെയാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വിപരീതമാണ്. വേദന അനുഗ്രഹമല്ല, ശ്രദ്ധിച്ചോണം, വേദന അനുഗ്രഹമല്ല, തകർച്ചയാണ്. അല്ലെങ്കിൽ പറ, കർത്താവേ, ഞാൻ അവകാശിയാണ്, സൗഖ്യത്തിൽ ഞാൻ അവകാശിയാണ്. ഇന്ന് ഈ നിമിഷം ആ ശരീരത്തോടൊന്ന് കൽപ്പിച്ച്, എൻ്റെ ശരീരത്തിൽ വേദന, അതെന്ത് കാരണമായിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടായിരിക്കാം വേദന വന്നായിക്കോട്ടെ, ഇനി ഏതെങ്കിലും അവയവത്തിനാ പ്രശ്നമെങ്കിൽ ഇന്ന് അവയവം പുതുതായി മാറാനുള്ള വില യേശു കൊടുത്തു. അത് പുതുതായി തീരാനുള്ള വിലയും യേശു കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്നവർ പ്രാർത്ഥിച്ച്, യേശുവേ ഇന്ന് ഞാൻ അത്ഭുതമാകുകയാണ്, യേശുവേ ഞാനിന്ന് അത്ഭുതം എന്ന് ഏറ്റെടുത്തേ. ഓ യേശുവിൻ്റെ നാമത്തിൽ. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആരുടെയും കുടുംബത്തിലുണ്ട്. ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി സൂമിലോ യൂട്യൂബിൽ ഇങ്ങനെ ലൈവ് പോകുന്നുണ്ട്, എനിക്കിങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റാത്തത്. ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിക്കും. ദിലീപ്, ആ കുടുംബത്തിൽ ദിലീപിനെ ദൈവം സ്പർശിച്ച് എന്നെ കർത്താവിനോട് പറയുന്നു, നാളുകളായിട്ട് എന്ത് ചെയ്താലും ശരിയാകാത്തൊരു വ്യക്തിയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവ് സ്പർശിക്കുക. ആ കൂട്ടത്തിൽ ദീപക്കിനെയും കൂടെ ദൈവം സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ അത്ഭുതം ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. അനുഗ്രഹിക്കുന്നു. ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് രോഗത്തിൻ്റെ മേൽ ജയം എടുക്കും. ഇന്ന് ഈ നിമിഷം അത് ടാറ്റ പറ. യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനോട് ഗുഡ് ബോയ് പറയുന്നു. ഞാനതിനെ പുറത്താക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതമായി തീർന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങ് തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന്? അവർ മാത്രം ഒരു ആമേൻ പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂട്ടായ്മയിലും ബലപ്പെട്ടവണ്ണം ചേർന്ന് നിന്നോണം. കർത്താവ് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോരുത്തരും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവ് ഇങ്ങ് അവരെ തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി മുതൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വചനം നിങ്ങൾ യൂട്യൂബിൽ വരുമ്പോൾ വീണ്ടും കേൾക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ അത്ഭുതം ഇനി വരാൻ കാത്തിരിക്കുന്ന വ്യക്തിയല്ല, അത് അനുഭവിക്കുവാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലായി? അനുഭവിക്കുവാൻ. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വരാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്നൊരു സംഭവം. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഒരു സംശയം വരും. ഒന്നും ചെയ്യണ്ട. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി അത് കൊടുത്തു കഴിഞ്ഞു, അത് തീർത്തു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു.
ഇതാണ് എൻ്റെ ബലം. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് എൻ്റെ ചിലപ്പോൾ എന്നോട് മനസ്സ് പറയും നിനക്ക് ആ കുറവുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കുറവ് എനിക്ക് ഇന്നല്ലേ ഉണ്ടായത്? എൻ്റെ കൂടെ പറയാം, എനിക്ക് ഈ കുറവ് എപ്പോഴാണ് ഉണ്ടായത്? ഈ കുറവ് ഇന്ന് എനിക്ക് എപ്പോഴാണ് ഉണ്ടായത്? എൻ്റെ ഈ കുറവെന്നൊക്കെ പറയുന്ന സംഭവം എന്നാ ഉണ്ടായത്? ഇന്നല്ലേ? യേശു ക്രൂശിൽ എന്നാ മരിച്ചത്? ഇന്നാണോ? 2000 വർഷങ്ങൾക്ക് മുൻപ്. അതേലേ പിടിക്കാവുള്ളൂ, അതേലേ പിടിക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അതേലേ പിടിക്കാവുള്ളൂ. എൻ്റെ കുറവ് ഇന്നാ ഉണ്ടായെങ്കിൽ എൻ്റെ അനുഗ്രഹം ഇന്നലെ വന്നതാ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കുറവ് ഇന്നലെ വന്നതാണെങ്കിൽ എൻ്റെ അത്ഭുതം ഇന്നലെ വന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ യേശുവിലേ വിശ്വസിക്കുന്നുള്ളൂ. എൻ്റെ കുറവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ ബലഹീനത ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറ്റ കാര്യം, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു, എനിക്കത് കാണും. ഞാൻ പറഞ്ഞില്ലേ, ജോലി ചെയ്തിട്ട് കൂലി മേടിക്കാതെ തിരിച്ചു പോകുന്നവരായിട്ടല്ല, കൂലിയെ അവകാശമായി പിടിച്ചെടുക്കാൻ നിൽക്കുന്നവരെ പോലെ, ദൈവപ്രവൃത്തിയെ സ്വീകരിക്കാതെ ഞാൻ ഇവിടുന്ന് മാറിപ്പോകത്തില്ലെന്ന് പറയുന്നവരെ പോലെ ആയിത്തീരണം നിങ്ങൾ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ Praise the Lord. ചുരുക്കം വാക്കുകളിൽ Praise the Lord. വേഗത്തിൽ കേൾക്കാമോ ബ്രദറെ? കേൾക്കാമോ? പറയാനുണ്ട്. ഞാൻ ആ, ഒരു മിനിറ്റ് ബ്രദറെ. കേൾക്കാമോ? ഹലോ, ഞാന് ബ്രദറെ, പുതുപ്പറമ്പിൽ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടുപേര് പുത്തൻപറമ്പിൽ എന്നാണ്. പുത്തൻപറമ്പില്ല. ആ പറമ്പിൽ രണ്ടും കൂടി ചേർത്ത് ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അത് കർത്താവ് തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ? ബ്രദറെ ഹലോ പറഞ്ഞു. ബ്രദറെ, ഈ ഡിവൈസിൽ അമ്പിളി HF എന്ന് പറയുന്ന ഡിവൈസിലുള്ള ഒരു സഹോദരി ഇന്ന് വൈകിട്ട് എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ടാ, ഇന്ന് വിളിച്ച് അങ്ങനെ ഒരു ഭവനം വിൽക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ എന്ന്. അപ്പം ബ്രദർ പറഞ്ഞു ഭവനം വിൽക്കാനിരിക്കുന്നവർ അവിടെ വാഴാനാണ് കർത്താവ് പറഞ്ഞതെന്ന്, അവർക്ക് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും. എത്ര പേര് അത് കേട്ടവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നിങ്ങളിപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കാര്യം നമ്മുടെ ഇപ്പോൾ ഡിവൈസിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് ഏകദേശം 84ഓളം ആൾക്കാർ പ്രാർത്ഥനയിലുണ്ട്. അതിൽ പുതിയതായിട്ട് ആരൊക്കെ വന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അമ്പിളി HF ഓടനാവട്ടം ഇട്ടിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർ പറഞ്ഞത് ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞത്. എന്നോട് ഈ പ്രാർത്ഥനാ വിഷയം എല്ലാം പറഞ്ഞായിരുന്നോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞ സിസ്റ്റർ എന്നോട് പ്രാർത്ഥനാ വിഷയം വല്ലതും പറഞ്ഞായിരുന്നോ? സജന സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞില്ല. ഇല്ല ബ്രദറെ. ഇല്ല. സിസ്റ്ററോട് മാത്രം പറഞ്ഞാണ് വീട് വിൽക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റർ ഇന്ന് ആ പ്രാർത്ഥനയിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ദൈവാത്മാവ് എന്താ പറഞ്ഞത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വീടിന്റെ കാര്യം പറഞ്ഞപ്പോ വീട് വിൽക്കണ്ട, അവിടെ തന്നെ വാഴുന്നു. അവിടെ തന്നെ. അപ്പൊ ഞാൻ അപ്പൊ ഒരാള് വീട് വിൽക്കണമെങ്കിൽ പല സ്ഥലങ്ങള് വാങ്ങിച്ചു വെച്ചു. ഒരു സെക്കൻഡ്. പല സ്ഥലങ്ങൾ വാങ്ങിച്ചു വെച്ചു. ഇപ്പോഴുള്ള സ്ഥലം വിൽക്കണ്ട, അത് വിൽക്കുന്നതിന് പരം വാഴുന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരാൾ വീട് വിൽക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ചെറിയ വിഷയമല്ല. ഇപ്പം ഞാനൊരു കാറ് വിൽക്കണമെങ്കിൽ, ഇപ്പം നിങ്ങളെ വീട്ടിനകത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വിൽക്കണമെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ്, അല്ലേ? നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ സഹോദരി കുടുംബം വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക വീട് വിൽക്കത്തില്ല, അതിൻ്റെ അകത്ത് തന്നെ വാഴുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ ദൈവം അങ്ങോട്ട് എടുക്കുവാന്ന് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. യേശുവേ, അങ്ങേക്ക് അങ്ങ് തരുക എൻ്റെ വിഷയത്തെ. എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹമായി സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഞാൻ ഇടയായി തീരുവെന്ന് ഏറ്റെടുത്താൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം? നാളെ മുതൽ യേശുവിനോട് ചേർന്ന് നടക്കണം. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ആലോചന കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും സംഭവിക്കും, നമ്മൾ ദൈവം ആലോചന കേൾക്കും, പക്ഷെ നമ്മൾ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ യോശുവ ചെയ്ത ഒറ്റ പരിപാടി എന്നറിയോ? കർത്താവിനോട് പറ്റിയിരുന്നു. യോശുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവത്തോട് ഞാൻ പറ്റിയിരിക്കണം. അതുപോലെ സിസ്റ്റർ, എനിക്ക് അറിയത്തില്ല, അമ്പിളി സിസ്റ്റർ എന്നാണ് ഞാൻ കേൾക്കുന്നത്. സഹോദരി കുടുംബമായിട്ട് ചേർന്ന് വന്നോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, മൈക്കൊന്നും മ്യൂട്ട് ചെയ്യാതിരിക്കുക. ഇവിടെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവാത്മാവ്. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പലപ്പോഴും ഇച്ചിരി സൗണ്ട് മാറ്റി പറയുമ്പോൾ ചിലർക്കത് വിഷമമായിട്ടുണ്ട്. ബ്രദർ എന്താ ദേഷ്യപ്പെട്ടാണോ? ദേഷ്യപ്പെടുവല്ല,
എനിക്കറിയാൻ പറ്റും, എൻ്റെ ശരീരത്തിൽ അറിയാൻ പറ്റും പരിശുദ്ധാത്മാവ്. നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കാര്യം, അടുത്തൊരു കാര്യം കർത്താവ് നിങ്ങൾ ഇടപെടാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കുഴപ്പമല്ല, നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചിലപ്പോൾ നിങ്ങളോടായിരിക്കും ആലോചന ദൈവം ഇടപെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്കത് ഞാൻ കേൾക്കാതെ പോകരുത്. ആമേൻ. അപ്പം അമ്പിളി സഹോദരിയുടെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, സഹോദരി കർത്താവ് ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, നാളെ മുതൽ കർത്താവിനോട് ചേർന്ന് നടന്നു. അയ്യോ ബ്രദറെ, എന്നോട് ഇങ്ങനെ എൻ്റെ മനസ്സിപ്പോൾ പറയുമായിരിക്കും എങ്ങനെ ഇത് തീരും. കർത്താവ് അത് ചെയ്യും. നിങ്ങളെ അവിടെ തന്നെ സാക്ഷിയാക്കി ദൈവം മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നോട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ഉറ്റു നോക്കുന്ന ആൾക്കാർ എവിടെയുണ്ട്? നിങ്ങളെ പോകുന്നതും വരുന്നതും എല്ലാം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ഓർത്ത് നിങ്ങളെ ഉറ്റു നോക്കുന്ന ആൾക്കാർ എവിടെയുണ്ട്? അവരൊക്കെ നടുവിൽ കർത്താവ് മാനിക്കും. ദൈവം എന്നോട് പറയുന്നു, ഒരു ബിജുവിനെ ദൈവം സ്പർശിച്ച് നിങ്ങളുടെ വീടിൻ്റെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരനുകൂലമായ വാർത്തയെ അയക്കുവാൻ ദൈവം വഴി തുറന്നു എന്നതിനൊരു അടയാളമായിട്ട് ദൈവം ഒരു ബിജുവിനെ ഭവനത്തിലേക്ക് അയക്കും. അതൊരു സൈനാണ്, ഒരു സന്തോഷ വാർത്ത വന്ന് പറയും. ദൈവം അതിനായിട്ട് നിങ്ങൾ എഴുതി വെച്ചോണം ഈ ആലോചനകൾ, വ്യക്തികളുടെ പേരുകൾ. ദൈവം അത് ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇന്ന് തീർച്ചയായും. പറഞ്ഞില്ലേ പുതുപ്പറമ്പിൽ എന്നുള്ളത്, ഞങ്ങളുടെ വീട്ടുപേര് പുത്തൻ പറമ്പിൽ എന്നാണ്. നേരത്തെ തോമസ് ബ്രദർ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടുപേരും പുത്തൻ പറമ്പിൽ എന്നാണ്. അതേപോലെ ബ്രദർ പറഞ്ഞ ദീപക്, എന്റെ ഹസ്ബൻഡിന്റെ പേര് ദീപക് എന്നാണ്. നമ്മൾ കുറെ നാളെ ഞാൻ ബ്രദറിനോടൊപ്പം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ഏട്ടന്റെ അറ്റൻഷൻ ഡെഫിഷ്യൻസി. അതേപോലെ 2 വിഷയങ്ങൾ വരുമ്പോൾ ആള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴത്തെ ആള് ഭയങ്കരമായിട്ട് ലോ ആയി പോകും. ഞാൻ ഇൻസൾട്ടഡ് ആയി എന്നുള്ള ഒരു ചിന്ത. പക്ഷെ എനിക്കറിയത്തില്ല ബ്രദറെ, ഞാൻ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ പറഞ്ഞ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഒരു പ്രാവശ്യം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥിച്ച് അത് നടന്നു. എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത് ഏട്ടന്റെ ആ മെമ്മറി ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നാണ്. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ആ ചിന്ത മാറി, എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടെന്നുള്ള ആ ചിന്ത, ആ ധൈര്യം ഏട്ടന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് ബ്രദർ പറഞ്ഞ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ അസുഖം അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ഡെഫിഷ്യൻസി ഏട്ടന് മാറിയെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി. കാരണം ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചതാണ്, കർത്താവ് അതിന് ഉത്തരം തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം ഏട്ടനും വരണം എന്നുള്ളതാണ് ഇപ്പൊ എന്റെ. അത് വരും. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ ദൈവാത്മാവിൻ്റെ ആ ഒരു ഫ്ലോയിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് പതിയുകയാണ്. നമ്മളത് ചാടി പിടിക്കുമ്പം നമ്മുടെ മേലേക്ക് അത് പതിയുകയാണ്. അത് അപ്പം തന്നെ ആക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം പേരുകാർ 2 വീട് പേര് സാമ്യമുള്ളത് വന്നു. നിങ്ങളത് ചാടി പിടിച്ചോണം. തോമസ് മദറും പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞത് ചാടി പിടിച്ചോണം. ഈ ചാടി പിടിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുത്തു, ഇനി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നോണം. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് ചെയ്യുക. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യമാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകും. നമുക്ക് ലോകത്തിനും അത് ആശ്ചര്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ പേര് ലാലി. ഞാൻ എന്റെ വീട് വിറ്റു. ആദ്യത്തെ കുടുംബ വീട് വിറ്റു, വേറെ ഒരു വീട്ടിൽ പോയി, ആ വീടും വിറ്റു. ഇപ്പൊ ഇത് 3ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അതും വിൽക്കണമെന്നുകൊണ്ട് ഓർത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ആലോചന എത്ര പേര് കേട്ടു? ബ്രദർ പറഞ്ഞ പോലെ ഞാൻ പോകുന്നതും വരുന്നതും എന്റെ അയൽപക്കത്തുള്ളവരും ഞാൻ നേരത്തെ താമസിച്ചിരുന്നവരും എന്റെ സ്വന്തക്കാരും ഞാൻ നടക്കുന്നതും പോകുന്നതും എല്ലാം ഉറ്റു നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പം എന്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഞാനിപ്പം ലണ്ടനിൽ എന്റെ മക്കളുടെ അടുത്താണ്. തീർച്ചയായിട്ടും ഈ ആലോചന എത്ര പേര് വിട്ടു? 2 കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന്, വീട് വിൽക്കുന്ന മാറുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഒരു വീട് വിറ്റു, രണ്ടാമതൊരു വീട് വിറ്റു, പിന്നെ എന്ത് ചെയ്യുവാണ്, അതും വിൽക്കാൻ വേണ്ടി കാത്തിരിക്കണം. എനിക്ക് തോന്നുന്നു 2ാമത്തെ വീട് വിൽക്കാൻ വേണ്ടി കാത്തിരിക്കും. എനിക്ക് 2ാമത്തത് ഞാൻ കേട്ടത് ഒരു വീട് വിറ്റെന്നുള്ളത് കറക്റ്റാണ്. അടുത്ത വീട് ആദ്യത്തെ വീട് കുടുംബ വീട് വിറ്റു. ആ അടുത്തതും വീട് വിറ്റു. വിറ്റേച്ച് ഞാൻ വേറൊരു വീട്ടിൽ പോയി താമസിച്ചു. ആ വീട്ടിൽ വെച്ച് എന്റെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാനും മക്കളും കൂടെ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ആ വീടും വിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് വിൽക്കണ്ട. യേശുവിന്റെ നാമത്തിൽ വിൽക്കണ്ട. കാര്യം വിൽക്കുന്നതല്ല, നമുക്ക് വിറ്റാലെ കാര്യം, പക്ഷെ വിൽക്കുന്നതല്ല. ദൈവം അത് ഇട്ടുകൊണ്ട് തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കും. ആദ്യമായിട്ടാണോ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്? അതെ, എന്റെ പേര് ലാലി. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വല്ല വിഷയം എനിക്ക് അയച്ചു വല്ല തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന വിഷയം ഞങ്ങൾ വീട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
ഒരുമിച്ച് എല്ലാവരും ഹാലേലൂയ പറഞ്ഞു. ഒരുമിച്ച് എല്ലാവരും ഹാലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നന്ദി. സ്തോത്രം 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 ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ആന്റി പറഞ്ഞ എനിക്കാകെ ശ്രദ്ധിച്ചു അത് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. പിന്നെ ഓക്കെ ആന്റി. അയൽവക്കത്തുള്ള ഒത്തിരി ബുദ്ധിമുട്ടില്ല ഞാൻ അവിടെ ആന്റി താമസിക്കുന്നത്. ഒരു മിനിറ്റ് ആന്റി, ഒരു സെക്കൻഡ്. ഞാൻ എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞത്, കർത്താവ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ചിലപ്പം പറയുന്ന കാര്യങ്ങൾ ഒന്നും പറയണ്ട, ദൈവം ഇനിയും ഇടപെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒന്നും നിങ്ങൾ പറയണ്ടെന്ന് പറയാൻ കാരണം, നമുക്കറിയാം നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാര്യം ഞാൻ നിങ്ങൾക്കെല്ലാം കേട്ടല്ലോ, എനിക്ക് ആന്റിയെ പരിചയമില്ല. ഞാൻ എന്തുകൊണ്ട് എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസവും എൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും വർദ്ധിക്കാൻ വേണ്ടിയാണ്. ആന്റി ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. വീട് വിറ്റ കാര്യവും ഒരു വീട് വിറ്റെന്നും രണ്ടാമത്തെ വീട് വിറ്റെന്നും ഇനി വിൽക്കാൻ പോകുമെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മളെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പൊ ആന്റി പറയാ, ബ്രദറെ ഞാൻ ഈ ബ്രദറിന് പ്രാർത്ഥനാ വിഷയം എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം ബ്രദർ ഇതെല്ലാം നോക്കി വായിച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പൊ ആന്റി പറയുന്നുണ്ട്, ആന്റി എന്നോട് ഇത് പറഞ്ഞു, എന്നോട് ചോദിക്കും, ആന്റി ഇതെന്നോട് പറഞ്ഞിട്ടുണ്ടോ വീട് വിറ്റ കാര്യമൊക്കെ? ഇല്ല, ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്റെ മോളും എന്റെ കൂടെ ഇരിപ്പുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ വേറൊന്നുമല്ല. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങൾ എവിടെ ഇരുന്നാലും നമ്മുടെ ഹൃദയത്തിലെ വേദനകളെയും ഭാരങ്ങളെയും അറിയുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മളെ കാണുന്നുണ്ട് എന്നതിനുള്ള തെളിവുകളാണിത്. എന്നോട് കർത്താവ് പറഞ്ഞൊരു സംഭവം എന്നാണെന്നറിയോ, ഈ വീടും വിൽപ്പനയും മാത്രമല്ല, കുറേ നാളുകളായിട്ട് കുടുംബത്തിൻ്റെ അകത്ത് ഒരു സ്വസ്ഥതയില്ല. എത്ര കൂട്ടിച്ചേർക്കാൻ നോക്കിയാലും ഒന്നും ശരിയാകുന്നില്ല. എത്ര കൊണ്ടുവന്നാലും ഒന്നും മതിയാകുന്നില്ല. എവിടെ തൊട്ടാലും മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് വിഷമങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പുറകെ വരുന്നത് പോലെ ഓരോ വിഷയങ്ങളാണ്. എന്നോട് കർത്താവ് പറയുന്നു, ദൈവം ഇടപെടാൻ പോവുകയാണ്. കർത്താവ് എന്നോട് ഇടപെടാൻ പോകും. ദൈവം എന്നോട് കാണിക്കുന്ന ഒരു മാത്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇങ്ങനെ സാന്നിധ്യം മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ കർത്താവ് ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ഇടപെടാൻ വേണ്ടി പോവുകയാണ്. തടസ്സങ്ങളെ ദൈവം മാറ്റിവിടുക, മറിഞ്ഞിരിക്കുന്നതിനൊക്കെ ദൈവം മാറ്റിവിടുക. എല്ലാ അവകാശങ്ങളെയും ഇന്ന് കർത്താവ് ക്രൂശിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയോടെ കൂട്ടായ്മയിലിരിക്കണം ഞാൻ പറയുന്നതിൻ്റെ കാര്യം. ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമായിട്ടാണ് ആന്റി പ്രാർത്ഥനയ്ക്ക് കയറുന്നത്, ആദ്യമായിട്ടാണ് പ്രാർത്ഥന പങ്കുചേർന്നത്. അതെ, ഞാൻ പ്രാർത്ഥന കൂടാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. അത് യൂട്യൂബിലാണ്, ഈ സൂമിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ അതെ. അതായത് എന്നോട് എനിക്ക് വെക്കാൻ അറിയത്തില്ല. ഇന്ന് എന്റെ മോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തൊട്ട് കൂടാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്ന് കൊച്ചുണ്ടായിരുന്നോണ്ടാണ് ഞാനിത് സൂമിൽ കയറിയത്. അതായത് എന്നോട് ആദ്യമായിട്ട് എന്ന് സംസാരിക്കുന്നത് അല്ലേ? അതെ. ഓ, തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഉറപ്പിച്ചു തരുക. നമ്മുടെ തലമുറകളെ ദൈവം തൊടും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആണായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം തൊട്ടിട്ട് ദൈവം കൊണ്ട് പറയുന്നത് ആ വ്യക്തിയുടെ മാറ്റം വലിയൊരു അത്ഭുതമാണ്. ഞാൻ കാണുന്ന ഹൃദയത്തിൽ അത് ഓർക്കുമ്പോൾ ഒരു മുള്ളു കുത്തുന്നത് പോലെയാ, ഒരു വേദനയാ. എൻ്റെ കർത്താവ് പറയുന്നു, ദൈവ അഭിഷേകത്തെ കാനഡയില 26 വയസ്സുണ്ട്. ഒന്നും പറയണ്ട ആന്റി, ഒന്നും പറയണ്ട. ഞാൻ പ്രാർത്ഥിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഞാൻ നിങ്ങൾക്ക് ആൺമയതലുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതാ ഞാൻ പറയാം, ഒന്നും പറയണ്ട. പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക വിഷയത്തെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവം തൊടാൻ പോവാ, ദൈവം വിഷയത്തെ തൊടാൻ പോവാ. പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ദൈവാത്മാവ് തൊടുക. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ലൊക്കേറ്റ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയത്തിലെ ഭാരത്തെ കർത്താവ് എടുക്കുക കേട്ടോ. ഇന്ന് ആ മറ നീക്കി തമ്പുരാൻ പുറത്തു കൊണ്ടുവരിക. നികരത്തില്ല, മാർച്ച് മാസം പരിശുദ്ധാത്മാവൻ എടുത്തു കാണിക്കുക. മാർച്ച് മാസം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് വലിയ കാര്യങ്ങൾ ഈ മാർച്ച് മാസം അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടൊരു സമയമാണ്. ഓ യേശുവേ, കർത്താവ് ഇന്നെല്ലാം കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ ഭാരങ്ങളും വിട്ടൊഴിയട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. യേശുവേ, ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. ആ വേദനകളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഓരോന്ന് അഴിയുന്നതായി ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളായി പുറത്തു വരട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
വേറെ ഒന്നും പറയണ്ട. വലിയ സാക്ഷ്യമാക്കാൻ ദൈവം പോവാണ്. വലിയ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നും ചിന്തിക്കണ്ട. യേശു ക്രിസ്തുവിനോട് കൂടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഇരുന്നു. കർത്താവിനോട് പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോവാ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോവാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ, ആമേൻ. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ കാര്യങ്ങൾ എനിക്കറിയാം, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ കാര്യങ്ങളെ ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ഇപ്പം ആദ്യമായിട്ടല്ലേ പ്രാർത്ഥന വരുന്നത്, കൂട്ടായ്മയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം, നിങ്ങൾ കയറി ഇറങ്ങി പോകാതെ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചാൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വന്നത് 100,000 വിഷയമായിട്ടാണെങ്കിൽ തിരിച്ചു പോകുന്നത് ക്രിസ്തുവിൽ നിറച്ചേ വിടത്തുള്ളൂ ദൈവം. അതിൻ്റെ അർത്ഥം ഒറ്റ വിഷയത്തിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനെ കൊണ്ടും ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറ, വേഗത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ. ബ്രദറെ ഞാൻ ലൗലിയാൻ്റെയാണ്. പറഞ്ഞു ഒരു സെക്കൻഡ്. പറഞ്ഞു ഒരു സെക്കൻഡ്. പറയുന്ന ആൾ മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്യാവോ, അല്ല മ്യൂട്ട് മാറ്റാവോ? ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞല്ലോ ആൻറ്റി, പറഞ്ഞോ. മ്യൂട്ട് മാറ്റിക്കോ. കേൾക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്തായിരുന്നു. ഇനി പറയുന്ന ആൾ മാത്രം ഒന്ന് പറയാൻ തുടങ്ങിക്കോ, മ്യൂട്ട് മാറ്റി. ഓക്കെ ബ്രദറെ, ഞാൻ ലൗലിയാൻ്റെയാണ്. ഞാൻ ഇന്നലെ പറയേണ്ട സാക്ഷ്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബ്രദറെ, പ്രാർത്ഥനയുടെ സമയത്ത് അവസാനമാകുമ്പോൾ ഞാൻ എന്ന് സൂമിൽ കയറിയാലും എങ്ങനെയെങ്കിലും ഞാൻ ഉറങ്ങി തൂങ്ങി പോകുന്നുണ്ട്. ബ്രദർ പറയുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിശാച് വിട്ടുപോകാൻ. തുടക്കത്തിലൊക്കെ ഭയങ്കര എനർജിയോടെ നിൽക്കും. അവസാനം ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങും. ഇന്നലെ പറയേണ്ട സാക്ഷ്യമായിരുന്നു ഇത്. അത് കർത്താവ് ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് സാമ്പത്തികമായിട്ട് വിഷമിച്ച് എനിക്കൊരു ലോൺ അടയ്ക്കണമെന്ന് ഞാൻ പലരോടും ചോദിക്കാൻ പാടില്ല, കർത്താവ് തരും. മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, കർത്താവിൽ ആശ്രയിക്കുമെന്ന് ആ വചനം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും. പലരോടും ചോദിച്ചിട്ട് കിട്ടില്ല. ഞാൻ അവസാനം പറഞ്ഞു, 2 മണിയായപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിബിൽ സ്കോർ കുറയും, എനിക്ക് ലോൺ കിട്ടത്തില്ല, ഇത് അടച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു. ഞാനൊന്ന് കർത്താവേ, ഇനി ഞാൻ എല്ലാവരോടും മനുഷ്യനിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞിട്ട് ഞാനത് വിട്ടുപോയി, അപ്പൊ ക്ഷമിക്കണം, ഞാൻ ഇനി ആരോടും ചോദിക്കത്തില്ല, നീ തന്നെ അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ച ആൾ എനിക്ക് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അത് അക്കൗണ്ടിൽ ഇട്ടിരുന്നു, ഞാൻ അറിഞ്ഞില്ല ബ്രദറെ. 2:30 ആയപ്പം അവർ സക്സസ്ഫുള്ളി EMI വന്നു എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ വലിയൊരു അത്ഭുതം ചെയ്തു. അങ്ങനെ എനിക്ക് അത് ചെറിയ സാക്ഷ്യമാണെന്ന് കേട്ടാലേ എനിക്കിതൊരു വലിയ സാക്ഷ്യമാണ്. എന്നെ ലജ്ജിപ്പിക്കാതെ ഞാൻ ഈ വചനം മാത്രം പറ, അവനെ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല എന്ന് വചനം പറയുന്നു. എങ്കിൽ അതെനിക്ക് അനുഭവമാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ലജ്ജിച്ചു പോകാതെ എന്നെ കർത്താവ് ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സാക്ഷ്യം തന്നെ. ചെറിയൊരു തുകയാണെങ്കിൽ പോലും അതൊരു വലിയ സാക്ഷ്യമാണ്. ഇന്നലെ പറഞ്ഞില്ല, അപ്പൻ ക്ഷമിക്കുമെന്ന് ഞാൻ ക്ഷമ ചോദിക്കും അപ്പനോട്. അങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിപ്പോ പറയുന്നത്. തീർച്ചയായിട്ടും ബ്രയാൻഡ് പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയത്. എന്നാൽ കർത്താവ് എന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചല്ലോ. കർത്താവ് ഇന്ന് ആ വലിയൊരു മാറ്റം അതിനുവേണ്ടി തുടക്കമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഒരു കാര്യം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബ്രദറെ, എനിക്ക് ഇന്നൊരു പറഞ്ഞു മിസ്റ്ററെ. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ പറയട്ടെ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്? ഇല്ല, പറഞ്ഞു. ഇന്ന് എനിക്കൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു ബ്രദറെ. എനിക്കൊരു ഓർണമെന്റ്സ് പണയം എടുക്കാൻ പോകണമായിരുന്നു. ഇന്നലെ ഞാൻ ചെന്നെല്ലാം കൂട്ടിച്ച്, അപ്പോൾ ആ കക്ഷികൾ വേറൊരാളുടെ ആഭരണമായിരുന്നു. അവര് വഴക്കും പറയുകയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ ഇന്നലെ ചെന്നെല്ലാം കൂട്ടിച്ച് അവരും കുറച്ച് പൈസ കൊണ്ടുവന്ന് അതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിടൊക്കെ അദ്ദേഹം തരത്തില്ല, മുതലിനെക്കാട്ടി കൂടുതൽ പലിശയായി. അത് വല്ലവരുടെയും വകയായോണ്ട് അത് എടുത്ത് നമ്മൾ കൊടുക്കുകയും വേണമായിരുന്നു. ഇന്ന് എന്നിട്ട് കുറച്ച് സാമ്പത്തികം കൂടെ വേണമായിരുന്നു അതിനകത്ത് ആവാൻ. ഇന്നലെ എന്നിട്ട് തന്നില്ല. ഇന്നൊന്നും ഞാൻ ചെയ്തില്ല. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആരെ ആശ്രയിക്കാൻ പോയില്ല. എൻ്റെ കർത്താവിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് മതിയാവനാണ് ഇത്ര രൂപ എനിക്ക് തരാനായിട്ട്. എൻ്റെ ദൈവമോ, എനിക്ക് ആവശ്യമായ ഇത്ര രൂപ എനിക്ക് തരണം, അവിടെ എനിക്ക് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് വചനം പറഞ്ഞുകൊണ്ട് രാവിലെ 10:30 ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്രയും രൂപ കുറവുണ്ട്, എനിക്കിനി തരാൻ ഇപ്പോൾ ഒക്കുന്നില്ല.
ഒരു 3-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ തരാം, എനിക്ക് ആ ഓർണമെന്റ്സ് തരണമെന്ന് പറഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അന്നേരം എടുത്ത് തന്ന് അങ്ങനെ ഞാൻ അതൊന്ന് തിരിച്ചു കൊണ്ട് കൊടുത്തു. കർത്താവിന്റെ നാമത്തിൽ എനിക്ക് ഇന്നൊരു അത്ഭുതം ഉണ്ടായി. ആമേൻ. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെ വേറെ ആക്കി കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നത്തില്ലെങ്കിലും സൗകര്യം കടന്നു പോകുന്ന ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ ദൈവം അതിൽ നിന്നൊക്കെയും ഒരു ഫേവറിലൂടെ നടത്തുന്നൊരു സമയമാണ്. എന്തിനാണ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മേടിക്കുന്ന ഒരവസ്ഥയാണ്, പക്ഷേ നാളെ വാരി വിതറി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം വളർത്തും, ഇത് തുറന്നു വരും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പിന്നെ ആ വീടും സ്ഥലവും ഹലോ പറഞ്ഞു. ആ വീടും സ്ഥലവും വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളും വീടും അതെ. സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് നാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് പകല് സംസാരിച്ചപ്പോ അമ്മ എന്നോട് പറയുമായിരുന്നു, ചിലപ്പോ ദൈവനിശ്ചയം അത് വിൽക്കണ്ട എന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും വിൽപ്പനയൊന്നും നടക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ അമ്മ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി 2 സ്ഥലം കൊടുത്തു, പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ആയിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ വീണ്ടും ഇത് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത്തിരി കഷ്ടപ്പെട്ടെടുത്ത വീടാണ്. അപ്പൊ പോകുമ്പോ ഒരു വിഷമമുണ്ട് മനസ്സിൽ, പക്ഷെ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അത് വിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ബിജു എന്ന് പറഞ്ഞ ഒരാളുടെ സഹായം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് ബിജു. അപ്പം അറിയില്ല എന്താണെന്ന്. എന്തായാലും ഞാൻ ആ വാഗ്ദത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാണ്. ഏറ്റെടുത്ത സിസ്റ്റർ, തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റെടുത്തോണം. കർത്താവെ, എനിക്ക് ആ വിഷയത്തിൻ്റെ മേൽ യേശുവിലുള്ള അനുഗ്രഹത്തെ ഞാൻ കാണും എന്ന് പറയുക. നമ്മുടെ മുമ്പിലേക്ക് അത് തുറന്നു വരുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. അത് പറയുക, അത് പ്രാപിക്കുക, ദൈവം അത് ചെയ്യും. ആമേൻ. ഈ വേറെ ആരും പറയാനില്ലെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ സിസ്റ്റർ ഷീന സിസ്റ്റർ പറഞ്ഞതുപോലെ ഷീന സിസ്റ്ററുടെ അമ്മ പറഞ്ഞല്ലോ, ഇത്രയും കാലം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് നമുക്ക് തരികയാണെന്ന്. ഈ ഒരു കേസിൽ മുൻപ് ബ്രദർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയും. കാര്യം ഞാൻ ചില വൈഫായിട്ടൊക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ഞാൻ ബ്രദറിനെ വിളിച്ചു. വിളിക്കുന്ന സമയത്ത് എന്നോട്